അപ്പോൾ അച്ഛനും മക്കളും കൂടി രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടും അല്ല, ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. കാരണം ആര്യങ്കാവിലെ പൂരാണ്. അപ്പോൾ പൂരത്തിൻ്റെ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഇടവഴിയിൽ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെല്ലെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്തുന്തോറും നല്ല ക്രൗഡ് കൂടി വരുന്നുണ്ട് കേട്ടോ. അമ്പാടിയുടെയും മോനൂസിൻ്റെയും കണ്ണാണെങ്കിൽ ഫുള്ളും കളിസാധനങ്ങളോട്ടായിരുന്നു കേട്ടോ. അമ്മ പൂരത്തിന് നോക്കിയൊക്കെ അമ്മ ഒരുപാട് കളിസാധനങ്ങൾ വന്നിട്ടുണ്ടമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്തെത്തിയിട്ടോ. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഉള്ളിലിരിക്കുമ്പോൾ അത്ര വലിയ സുഖമായിരുന്നില്ല പുറത്തിറങ്ങി പോകുന്നത്. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ല പൊരി വെയിലാണ് കേട്ടോ. ഇത്രയും ദൂരത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ തന്നെ അവിടെ യന്ത്രഊഞ്ഞാലൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യന്ത്രഊഞ്ഞാലിൽ കയറാന്നുള്ളത്. അപ്പോൾ പൂരത്തിന് വൈകുന്നേരം പോയിട്ട് വേണം യന്ത്രഊഞ്ഞാലിൽ കയറാന്നൊക്കെ ഞാൻ രാവിലെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പാടിക്കുട്ടനാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനെ അച്ഛൻ്റെ കൈ തന്നെ വേണം, വേറെ ആരുടെ കൈയും അവൻ പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ചെരുപ്പൊക്കെ ഒരു സൈഡിൽ, ഞങ്ങളുടെ മാത്രം ചെരുപ്പായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടി വെച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറുന്നതോറും ക്രൗഡ് കൂടി വരുന്നുണ്ട്. അമ്പാടിക്കുട്ടനാണെങ്കിൽ ഞാൻ ബാക്കിലുണ്ടോ ഏട്ടൻ ബാക്കിലുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടാണ് കേട്ടോ അച്ഛൻ്റെ കൂടെ നടത്തം. അമ്പലത്തിൽ കൊടിയേറ്റം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഇതുവരെ അമ്പലത്തിലോട്ട് വന്ന് തൊഴാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ, എന്തായാലും പൂരല്ല, അപ്പോൾ രാവിലെ തന്നെ വന്ന് തൊഴുകാന്ന് വിചാരിച്ച് അമ്പലത്തിലോട്ട് വന്ന്. അപ്പോൾ അവിടെ ആണെങ്കിൽ പറയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ക്യൂ നിന്നിട്ട് പറയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവീനെ തൊഴാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരക്കളിയാണ്. അതുകൊണ്ട് തന്നെ കുറേ 96 ദേശമൊക്കെയുള്ള പൂരാണ് കേട്ടോ ഇത്. അപ്പോൾ ഓരോ ദേശത്തു നിന്നും കുതിരകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തലേ ദിവസം കുറേ കുതിരക്കളിയൊക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുതിരകളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കൊരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് പോസ്റ്റിലൊക്കെ നിന്നു. പക്ഷെ എങ്ങനെ നിന്നാലും കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ ഓരോ കുതിരകൾക്കും അതിൻ്റെ ദേശത്തിൻ്റെ അവരെ തൊട്ട് പേര് താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടിക്കുട്ടനാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെയും കൂടെ ഇങ്ങനെ കൈയിൻ്റെ നടുവിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി അവനെ പൊക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ വന്നത് മുതൽ പറയാൻ തുടങ്ങിയതായിരുന്നു, അമ്മ എണ്ണൊന്നും അതുപോലെ പൊക്കി തരും അമ്മ എന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനെ പൊക്കിയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളിതാ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിറച്ച് ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടാ തിരിക്കാൻ നിൽക്കുമ്പോഴേക്കും കുറച്ച് സമയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബേക്കിലോട്ട് ഇറങ്ങി നിന്നാട്ടോ. അപ്പോഴേക്കും നല്ല പൊരി വെയിലൊത്തിച്ചിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്പാടി മോനൂസൊക്കെ ആണെങ്കിൽ വെയിലത്തുനിന്ന് ക്ഷീണിച്ച് അവർ വീണ്ടും വണ്ടീൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരാദ്യം ഫ്രണ്ടിൽ കയറുന്നുള്ള തല്ലൂട്ടത്തിലാണ് അവർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്